രാവിലത്തെ ഉറക്കെണീറ്റുള്ള വരവ്. ഇടി ഇടി എന്തടാ ലിലിക്കുട്ടാ, ഇന്ന് എന്ത് രാവിലെ എണീറ്റിട്ട് ഒരു ഉന്മേഷമില്ല? എന്ത് പറ്റി? എന്താടാ? ഓ, ചെല്ലം വന്നാ? എൻ്റെ ലില്ലിക്കുട്ടന് ചെല്ലം വന്നാ? ചെല്ലം വന്നതാണാ? എന്ത് രാത്രി കഴിക്കാൻ വെച്ചിരുന്നൊന്നും നേരെ കഴിച്ചിട്ടില്ലല്ലോ മക്കളെ? ഫുഡൊന്നും കഴിച്ചില്ലല്ലോ. എന്താണ് എന്നെ കടിക്കണ? രാവിലെ എണീറ്റ് വന്ന് എന്നെ കടിക്കാനാണോ നീ എണീറ്റ് വന്നത്? തന്നെടി എടി, എന്നെ കടിക്കാടി, എടി കടിക്കാടി. ജിപ്സി എണീറ്റോ നോക്ക്, ജിപ്സി എണീറ്റോ നോക്ക്. ഇന്നലത്തെ മീൻ മക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? മീൻ ഇഷ്ടപ്പെട്ടില്ലേ? ഇന്ന് നല്ല മീൻ വാങ്ങിച്ച് തരാമേ. നമുക്ക് കാറ്റ് ഫുഡ് വേണ്ട, കാറ്റ് ഫുഡ് അവൾക്ക് കഴിക്കാൻ വേണ്ട. അവൾ ചിപ്സ് കഴിക്കൂല. അയ്യാ, എന്നെ കടിക്കണടി. അവൾക്ക് ഗ്രേവി മാത്രമാണ് ഇഷ്ടം. ഗ്രേവിയും പിന്നെ എന്തോന്ന്, ചൂരമീൻ, പിന്നെ വേറെ എന്തോന്ന്, കൊഴിയാള മീൻ. ഈ 2 മീനുമാണ് എൻ്റെ ലില്ലിക്കുട്ടിക്ക് ഇഷ്ടം. നല്ല ഫ്രഷ് ആയിരിക്കണം അല്ലേ മക്കളെ? ബാ, എണീറ്റ് വാ, നമുക്ക് ജിപ്സി എണീറ്റ് വന്ന് നോക്കാം. ബാ, എണീറ്റ് വാ, ജിപ്സിയെ നോക്കാം. ബാ, ജിപ്സി എണീറ്റ് വന്ന് നോക്കണ്ടേ? എണീറ്റ് വാ, വാടി, എണീറ്റ് വാ. നമുക്ക് ജിപ്സിയെ നോക്കിയിട്ട് വരാം. ബാ, നീ പറഞ്ഞില്ലേ? ഞാൻ പോയി നോക്കട്ടാ ജിപ്സിയാ? പിന്നെ വാ, നമുക്ക് പോയി നോക്കാം. ജിപ്സി, അതാണ്ട ജിപ്സിയൊന്നല്ല. ഓടി വന്ന കസേരയിലാണ് അവള്. ജിപ്സി, വെറുതെ ഇരി ജിപ്സി. ഈ ചാടി കയറല്ലേ. അവിടെ ഇരുന്നോ മര്യാദയ്ക്കിരുന്നോ. നോക്ക്, ലില്ലി നിന്നെ നോക്കണം. നിന്നെ നോക്കിയിരിക്കുകയായിരുന്നു ലില്ലി. വാ, ലില്ലിയുടെ അടുത്ത് പോവാം. വാ, കണ്ട ലില്ലിക്കുട്ടി എത്ര സമയമുണ്ട് നിന്നെ നോക്കണം എന്നറിയാം. ഫുഡൊക്കെ കഴിച്ചോന്ന് ചോദിക്കും. ലില്ലിക്കുട്ടിയുടെ അടുത്ത് ചോദിക്കും. അവിടെ പോയിരുന്നോ? അവിടെ പോയി ലില്ലിയുടെ അടുത്ത് സംസാരിക്കും. മുറ്റത്ത് ചെടിയൊക്കെ തള്ളിയിട്ടാ നീ? ചെടി വല്ലതും മറിച്ചിട്ടാ? ലില്ലിക്കുട്ടി എവിടെ പോണ്? ലില്ലിക്കുട്ടിക്ക് രാവിലെ അവൾക്ക് ഗ്രേവി ഒഴിച്ചുള്ള ഫുഡ് കഴിക്കാനാണ് ലില്ലിക്കുട്ടി നേരെ അടുക്കളയിലോട്ട് വന്നു. രണ്ടുപേർക്കും രാവിലെയുള്ള ഫുഡ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഞാൻ എടുക്കണത്. നോക്കി നിൽക്കുകയാണ്. തരാം. ജിപ്സിക്ക് ബിസ്ക്കറ്റും, ലില്ലിക്കുട്ടിക്ക് അവൾക്ക് രാവിലെ മീയുടെ ഗ്രേവി ലിവറിൽ ഒഴിച്ചു കൊടുക്കണം. എന്നാലേ അവൾ കഴിക്കൂ. അവൾ VIP അല്ലേ. ജിപ്സി ബിസ്ക്കറ്റ് കഴിച്ചോളൂ അല്ലേ ജിപ്സി? തരാം നിൽക്കേ. ഗ്രേവി ഒഴിച്ച് ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് അവളത് കഴിച്ചോളും. നീ ഇവിടെ വാ. രണ്ടുപേരും കൂടെ രാവിലെയുള്ള ഫുഡ് കഴിക്കാനുള്ള ബിസ്ക്കറ്റും ലില്ലി ഫിഷ് ഗ്രേവി കഴിച്ചില്ല.
ഒഴിച്ചില്ലെങ്കിൽ ലില്ലി കഴിക്കേയില്ല. അവൾക്ക് ഇങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടിരിക്കണം. ടേസ്റ്റി നല്ല ഫ്രഷ് മീനാണെങ്കിലും അവൾ കഴിക്കുന്നുള്ളൂ. ഈ ഐസിട്ട മീനൊന്നും അവൾ കഴിക്കില്ല. ഇച്ചിയെല്ലാം കഴിച്ചാ മതിയാ? ഇവിടെ കഴിച്ചു. ഞാൻ ആൽഫയ്ക്ക് കൊടുക്കണ്ടേ? ആൽഫ അങ്ങ് വെളിയിലല്ലേ കിടക്കണം. ആൽഫയ്ക്ക് കൊണ്ട് കൊടുക്കാം കേട്ടാ. നമുക്ക് ആൽഫയ്ക്ക് കൊടുക്കാമേ. ലില്ലിക്കുട്ടി പെട്ടെന്ന് കഴിക്കും. അതിങ്ങനെ കുറേശ്ശെ അപ്പോഴപ്പോഴായിട്ട് കഴിക്കും. ശരിയാണ് കേട്ടാ. നീ കൊണ്ട് കൊടുക്കുവോ? ആൽഫയ്ക്ക് തരട്ടാ, നീ കൊണ്ട് കൊടുക്കുവോ? അയ്യടി മിടിക്ക് തന്നെ. വഴിയിൽ കൊണ്ട് വെച്ച് തിന്നൂലടി നീ കള്ളി. നീ വഴി കൊണ്ട് വെച്ച് തിന്നൂലടി. ഒന്ന് പോണം. വേണ്ട അത് അവക്കുള്ളത് മക്കൾ എടുക്കണ്ട. മക്കൾക്ക് ബിസ്ക്കറ്റ് തന്നല്ല, അതെടുക്കരുതേ. എൻ്റെ കൊച്ചു പറഞ്ഞാലൊക്കെ അനുസരിക്കും. ഒരു സാധനം എടുക്കരുതെന്ന് പറഞ്ഞാൽ അവൾ എടുക്കല്ലേ. അത് ആർക്കുള്ളത്? ലില്ലിക്കുട്ടിക്കുള്ളത്. അതെടുക്കാൻ പാടില്ല. മക്കൾക്ക് ബിസ്ക്കറ്റ് തന്നല്ല, തൊടരുതേ. അവൾ നല്ല കുട്ടിയാണ്, പറഞ്ഞാൽ അനുസരിക്കുന്ന കൊച്ചാണ് അവൾ. എൻ്റെ ജിപ്സി. ലില്ലിക്കുട്ടിയെക്കാളും നല്ല അനുസരണയുണ്ട്. ലില്ലിക്കുട്ടി പറഞ്ഞാൽ കേൾക്കൂല. അഴുക്ക പെണ്ണാണ്. അവളെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അവൾ അങ്ങോട്ട് ഓടും. ജിപ്സി അങ്ങനെയല്ല അല്ലേ മക്കളെ? വിളിച്ചാൽ അടുത്ത് വരും, പറയണത് പോലെ അനുസരിക്കും, അതെടുക്കൂല അല്ലേ ജിപ്സി? ഒരു ബിസ്ക്കറ്റ് കൊടുത്തരാമേ. ആൽഫയ്ക്ക് കൊണ്ട് കൊടുക്കാൻ പോവാം. ആൽഫയ്ക്ക് എന്നാ ബിസ്ക്കറ്റ്? ഇവൻ്റെ കയ്യെ കൂടി കടിച്ച് തിന്നരുത്. കയ്യിൽ എന്നാ പിടിച്ചു. താഴെ പോയി കിട്ടിയില്ല. ആൽഫ എന്നാ പിടിച്ചോ. എത്ര തന്നാലും കൊതിയില്ല. എത്ര ബിസ്ക്കറ്റ് വേണമെങ്കിലും തിന്നു. ചോറ് തിന്നാൻ വയ്യ അവൾക്ക്. എന്നാ ആൽഫ എന്നാ. ഓ കയ്യേം കൂടി കടിച്ചെടുത്താടി. ഇതാണ് ഒരു ദിവസം രാവിലെയുള്ള ആൽഫ, ജിപ്സി, ലില്ലിക്കുട്ടി ഇവരുടെ 3 പേരുടെയും രാവിലത്തെ കുറച്ച് സമയത്തെ കാര്യങ്ങൾ.